നമ്മളെല്ലാത്തിനും ഒരു നമ്മൾ കേരളം എല്ലാവർക്കും ഒരു ഉദാഹരണമായിരുന്നു. നമ്മളായിരുന്നു വഴികാട്ടി എല്ലാ സ്റ്റേറ്റിനും. സ്പോർട്സ് സ്കൂൾ കൊണ്ടുവന്നതിന് എനിക്ക് തോന്നിയ കേരളമാണെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് സ്പെഷ്യലി അത്ലറ്റിക്സിൽ എല്ലാം പെർഫോമൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയും തുടക്കം നമ്മളെവിടെയാണ്. സുരേഷ് ബാബു ആണെങ്കിലും, യോഹന്നാനാണെങ്കിലും, ഏഞ്ചൽ മേരി ജോസഫ് ആണെങ്കിലും, അതിനുശേഷം വന്ന മേഴ്സിക്കുട്ടനാണെങ്കിലും, പിന്നെ ഞാൻ അങ്ങനെ വന്നിട്ട് ഷെയ്നി വിൽസന്, മത്സമ്മ, മെബീന മോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ തലമുറ, അഞ്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ തലമുറകൾ ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്. ടിൻഡു ലുക്ക ലാസ്റ്റ് ലൈറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അതിന് ശേഷം അങ്ങനെയുള്ള ഒരു പേരുകൾ വരുന്നില്ല. പിന്നെ സൗകര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഞാനൊക്കെ നന്നതിനേക്കാളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് സ്കൂൾ ഇപ്പോഴും ഉണ്ട്. സ്പോർട്സ് സ്കൂൾ ഇപ്പോൾ ജി വി രാജ ഉണ്ട്, കണ്ണൂർ സ്പോർട്സ് സ്കൂളുണ്ട്. സ്പോർട്സ് സ്കൂൾ ഇപ്പോൾ ഹയർ സെക്കൻഡറീൻ്റെ ഭാഗമായിട്ടും അതും ഉണ്ട്. അന്ന് അതില്ലായിരുന്നല്ലോ. അതൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അത്ര ഒരു ഇമ്പോർട്ടൻസ് കാണാത്ത പോലെ. പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂൾ മീറ്റ് എടുത്ത് നോക്കൂ. പണ്ട് എത്ര ഹരായിട്ടാണ് സ്കൂൾ മീറ്റ് നടത്തിയിരുന്നത്. നമ്മളെ ഈ കേരളത്തിൻ്റെ ഒരു വലിയൊരു ഉത്സവമായിരുന്നു സ്കൂൾ മീറ്റ്. അത്ര ആവേശമുണ്ടോ? അതെന്തുകൊണ്ടാണ് ഇല്ലാതെ പോയത്? നാഷണൽ മീറ്റ് വേർതിരിഞ്ഞ് നടത്തുന്നത് കൊണ്ട്. ഇപ്പം നാഷണൽ സ്കൂൾ മീറ്റ് ആദ്യം ആണുങ്ങളും പെണ്ണുങ്ങളും മാറി നടത്താൻ തുടങ്ങി. അതിനൊക്കെ നമ്മളൊക്കെ എതിർത്തപ്പോൾ അതെല്ലാം കൂടി ഏജ് വൈസ് ഓരോ സ്റ്റേറ്റിൽ ഏറ്റെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഏജ് വൈസ് ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഓരോരുത്തർ ഓരോ ചടങ്ങാക്കാൻ തുടങ്ങി. അതെന്ന് പറഞ്ഞാൽ സ്കൂൾ മീറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ് സ്കൂൾ മീറ്റ്. അപ്പോൾ ആ സ്കൂൾ മീറ്റ് കുട്ടികളെ കണ്ടെത്താനുള്ള അവസരമുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൽ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യണമെങ്കിൽ കുട്ടികൾ ഒരുമിച്ച് പങ്കെടുക്കുന്നതായിരിക്കും നന്നായിട്ടുണ്ട്. അത് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. കുട്ടികളൊക്കെ ആവേശത്തോടെ പങ്കെടുക്കലും അത് നന്നായിട്ട് കവർ ചെയ്യുന്നതൊക്കെയായിരുന്നു. അപ്പോൾ ആ ഒരു ആവേശം പോയി. ഇപ്പോൾ മിക്കതും ഒരു സീനിയർ ലെവലിലുള്ള മത്സരം നാഷണൽ മീറ്റ് അങ്ങ് കോവിഡിന് ശേഷം നടത്തുക എന്നല്ലാതെ അതിന് അണ്ടർ-17 ഇപ്പോൾ അണ്ടർ-17 മത്സരം കഴിഞ്ഞ നവംബറിലോ മറ്റോ നടത്തുമെന്നും പറഞ്ഞിട്ട് പിന്നെ അവരത് പോസ്റ്റ്പോൺ ആക്കിയിട്ട് പിന്നെ എപ്പോഴാണെന്നുള്ള ഡേറ്റ് കൊടുക്കാതെ എത്ര ബുദ്ധിമുട്ടിയിട്ട് ഞങ്ങളൊക്കെ എന്നറിയോ. കാരണം നമ്മളൊരു കുട്ടികളെ ഫോമിലാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ടിന്യൂ ആയിട്ട് അവരെങ്ങനെ ഫോം നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഈ കോമ്പറ്റീഷൻ വർക്കും ചെയ്ത് നിർത്താൻ പറ്റില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ആർക്കും ഈ സ്കൂൾ ഫെഡറേഷൻ ആർക്കും പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല എന്നാണ് അണ്ടർ-17 മത്സരം എന്ന്. അതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിലെ പിള്ളേരൊക്കെ കൂടുതലും ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അണ്ടർ-17 കുട്ടികളെ നേഷൻസിലേക്ക് ആരും പോയിട്ടില്ല. കാരണം അങ്ങനെ അവരെ നിർത്തുവാണെങ്കിൽ പിന്നെ അടുത്ത ഈ സീസണിലേക്ക് അവർക്ക് മത്സരം ഉണ്ടാവില്ല. കാരണം അവരെ നമ്മൾ ബിൽഡപ്പ് സെഷനിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഓഫ് സീസൺ ട്രെയിനിങ് നമ്മൾ നന്നായിട്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നാലേ ഈ സീസണിൽ അവർ പെർഫോമൻസ് ചെയ്യുള്ളൂ. അപ്പോൾ അതേ സ്ഥാനത്ത് എല്ലാം ബിൽഡപ്പിലേക്ക് അവരെ കൊണ്ടുപോയപ്പോൾ അണ്ടർ-17 മത്സരം പെട്ടെന്ന് വന്ന് അപ്പം നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അത് പങ്കെടുക്കുമായിരുന്നെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ എല്ലാം ഗോൾഡ് മെഡലായിരുന്നു. അപ്പോൾ അതിനൊരു ചടങ്ങാക്കി മാറ്റിയിരിക്കുന്ന ഒരു രൂപത്തിലേക്ക് കൊണ്ടുപോയി. അത് എല്ലാവരും ശ്രമിച്ചിട്ട് പണ്ടത്തെ ആ രീതിയിൽ തന്നെ അത് കൊണ്ടുപോകണമായിരുന്നു. സ്കൂൾ മീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാം ഒരു സ്റ്റേറ്റിൽ അത് നടത്താനുള്ള സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു സാധനം ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളതാണ്, ചെയ്യുന്നില്ല. ഓരോ വർഷം കഴിയുന്തോറും മത്സരങ്ങളുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്.